കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വളർച്ചയ്ക്ക് സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്ന് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ. ഇടുക്കി രൂപതയുടെ രോഗി പരിചരണ ശുശ്രൂഷയായ ബെത്ലഹേം കാരിത്താസും KCBC വിമൻസ് കമ്മീഷൻ ഇടുക്കി രൂപത വിഭാഗവും ഇടുക്കി ജില്ലാ വിമൻസ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച രോഗി ദിനാചരണം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. ഹൈറേഞ്ചിലെ ജനതയ്ക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന നിലയിലേക്ക് മെഡിക്കൽ കോളേജിനെ വളർത്താൻ ഗവൺമെന്റും ജനപ്രതിനിധികളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്നും അഭിമന്യ പിതാവ് പറഞ്ഞു. ഹൈറേഞ്ച് മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി അത്യുദ്ധാനം ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ബിഷപ്പ് നന്ദി അർപ്പിച്ചു. സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായി സിസ്റ്റർ ഡോക്ടർ ജീൻ റോസ്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കന്യാസ്ത്രീ ഈ ചുമതലയിലെത്തുന്നത്. മറയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് സിസ്റ്റർ ചുമതലയേറ്റത്. അഗതികളുടെ സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹത്തിലെ അംഗമാണ് സിസ്റ്റർ ഡോക്ടർ ജീൻ റോസ്. ബാംഗ്ലൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം അനസ്തീഷ്യ വിഭാഗത്തിൽ ഉപരിപഠനവും പൂർത്തിയാക്കി സഭയുടെ നിയന്ത്രണത്തിലുള്ള മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ 10 വർഷത്തിലധികം സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. നിരവധി ഗോത്രവർഗ കുടിലുകളും കോളനികളുമുള്ള മറയൂരിൽ സേവനമനുഷ്ഠിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് സിസ്റ്റർ ഡോക്ടർ ജീൻ റോസ് പറഞ്ഞു. KCBC മധ്യവിരുദ്ധ സമിതി മധ്യമേഖലാ സമ്മേളനം സുൽത്താൻപേട്ട് രൂപത മൾട്ടിപർപ്പസ് സർവീസ് സൊസൈറ്റി ഹാളിൽ വികാരി ജനറൽ മോൺസിനോർ C. മരിയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന മേഖലയിൽ കൂടുതൽ വ്യാപൃതരാകുവാൻ ഉദ്ഘാടന സന്ദേശത്തിൽ മോൺസിനോർ ആഹ്വാനം ചെയ്തു. യുവാക്കളുടെ ഇടയിൽ ലഹരി ഉപയോഗം കടന്നുവരുന്നതിനെതിരെ മുൻകരുതൽ എടുക്കുവാൻ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മധ്യമേഖലാ ഡയറക്ടർ റവറൽ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മദ്യനിർമ്മാണശാലയ്ക്കെതിരെ സുൽത്താൻപേട്ട് രൂപത ആസ്ഥാനത്ത് നിന്നും എലപ്പുള്ളിയിലേക്ക് വാഹന റാലി നടത്തുകയും എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടിയുള്ള ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധാർമിക സമിതിക്ക് KCBC മധ്യവിരുദ്ധ സമിതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂമിക്ക് ചുറ്റും മനുഷ്യച്ചങ്ങല തീർക്കുകയും ചെയ്തു. മെഡിക്കൽ പരിശീലനം ആഗ്രഹിക്കുന്നവരുടെ മാനസിക ആരോഗ്യനില അഡ്മിഷൻ നൽകുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തണമെന്ന് പ്രോലൈഫ് അപ്പസ്തോലേറ്റ്. മനുഷ്യജീവനെ ആദരവോടെയും സ്നേഹത്തോടെയും സംരക്ഷിക്കുവാൻ നഴ്സിംഗ് പരിശീലനം നേടുന്നവർക്കാകണം. അതിന് യോഗ്യതയില്ലാത്തവരാണ് പരിശീലനം നേടുന്നവരെന്ന് തെളിയിച്ച കേരളത്തിന്റെ പൊതുസമൂഹത്തെ വേദനിപ്പിക്കുന്ന സംഭവമാണ് കോട്ടയത്ത് നടന്ന റാഗിംഗ്. കുറ്റകൃത്യം ചെയ്ത് ക്രൂരരായ മനസ്സുള്ള ഇവരെ പഠനത്തിൽ നിന്ന് മാറ്റി നിർത്തി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രോലൈഫ് അപ്പസ്തോലേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു. സ്ഥാപനത്തിന്റെ അധികാരികൾ മനുഷ്യജീവന്റെ മഹത്വം പഠന കേന്ദ്രത്തിലും ഹോസ്റ്റൽ മുറിയിലും ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ അഫിലിയേറ്റഡ് സംഘടനയായ കുവൈറ്റ് സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷന്റെ 30ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവേൽ വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. 10,000-ഓളം വിശ്വാസികളാണ് വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. താമരശ്ശേരി രൂപതയുടെ റൂബി ജൂബിലിയോടനുബന്ധിച്ച് രൂപതയിലെ വേദപാഠം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കൾക്ക് വേണ്ടി ഫെയ്ത്ത് അറ്റ് ഹോം ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തപ്പെട്ടു. താമരശ്ശേരി രൂപത അധ്യക്ഷന്മാർ റെമീജോസ് ഇഞ്ചനാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു പ്രോഗ്രാമിന് രൂപതയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. 64ഓളം റിസോഴ്സ് പേഴ്സണെ പ്രത്യേകം പരിശീലനത്തോടെ രൂപതയുടെ 11 മേഖലകളിലേക്ക് 5 പേർ അടങ്ങുന്ന ടീമായാണ് അയച്ചിരിക്കുന്നത്. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് മാതാപിതാക്കൾ എന്ന നിലയിൽ എങ്ങനെയാണ് ഗുഡ് പാരന്റിംഗ് നടത്തേണ്ടതെന്നും വിശ്വാസത്തിൽ വളർത്താൻ എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സഹായിക്കേണ്ടതെന്നതിനെക്കുറിച്ചും മാതാപിതാക്കൾക്ക് പരിശീലനം നൽകും. താമരശ്ശേരി മാർ മങ്കുഴിക്കരി മെമ്മോറിയൽ പാസ്റ്ററൽ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ വിമൻസ് കൗൺസിൽ സമ്മേളനം നടന്നു. കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ലെഗേറ്റും താമരശ്ശേരി രൂപത അധ്യക്ഷനുമായ അഭിമന്യമാർ റെമീജോസ് ഇഞ്ചനാനിയിൽ പിതാവ് സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. താമരശ്ശേരി രൂപതയിലെ സമുദായ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് നാളെയുടെ പുത്തൻ ചുവടുവയ്പ്പാണ് ഈ വനിതാ സമ്മേളനമെന്നും വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഇസ്രായേലിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ധീരതയുടെ പ്രതീകമായി മാറിയ ദെബോറത്തെ പോലെ ഈ കാലഘട്ടത്തിൽ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിന് ധീരതയോടെ മുന്നിട്ടിറങ്ങാനുള്ള ദൗത്യം സമുദായത്തിലെ സ്ത്രീകൾക്കുണ്ടെന്നും മാർ റെമീജോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു.
തലശ്ശേരി അതിരൂപതയുടെ കീഴിലെ നിർമ്മലഗിരി കോളേജിലെ ചരിത്ര വിഭാഗവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗവേഷണ സ്ഥാപനവും ചേർന്ന് പ്രാദേശിക ചരിത്ര രചനയിലെ ലിംഗപദവി പഠനം എന്ന വിഷയത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് ബർസാർ റവറൽ ഡോക്ടർ തോമസ് കൊച്ചുകരക്കോട്ട് ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മാനേജർ മോൺസിനോർ ആന്റണി മുതുകുന്നേൽ അധ്യക്ഷത വഹിച്ചു. ഐറിഷ് ഡയറക്ടർ ഡോക്ടർ ജോയ് വർക്കി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി.കെ. സെബാസ്റ്റ്യൻ, ഡോക്ടർ സുജമോൾ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. 2025 കൊല്ലം റൂഹാഭിഷേകം ബൈബിൾ കൺവെൻഷൻ കൊല്ലം ആശ്രമ മൈതാനിയിൽ ഫെബ്രുവരി 12 മുതൽ 16 വരെ നടത്തപ്പെട്ടു. ഫാദർ ജോർജി പള്ളിക്കുന്നേലിന്റെ നേതൃത്വത്തിലായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കർണാടക റീജിയൻ സർവീസ് ഓഫ് കമ്മ്യൂണിയന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഷിമോഗയിൽ വെച്ച് നടത്തപ്പെട്ടു. KRSയുടെ എപ്പിസ്കോപ്പൽ ഉപദേഷ്ടാവ് ബിഷപ്പ് റോബർട്ട് റിമാൻഡ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്രദർ തോമസ് ചിന്നപ്പ ദൈവവചനം വായിക്കുകയും KRSE സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഫ്രാങ്കിൽ ഡിസൂസ ദൈവവചനത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്തു. ബ്രദർ അഭിഷേക്, ബ്രദർ ഏലിയാസ് കൊയിലോ, കോർഡിനേറ്റർ ബ്രദർ ചെറിയാൻ രാമപുരം എന്നിവർ നേതൃത്വം നൽകി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ലിറ്റിൽ ഫോർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഉദ്ഘാടനം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി, PTA പ്രസിഡന്റ് ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ അനിത ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരണം നടത്തി. അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, കാസർഗോഡ് DDE DV മധുസൂദനൻ, സ്കൂൾ ലീഡർ ശിവാനി അജിത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്റ്റാഫുകളെയും അനുമോദിച്ചു. മടമ്പം PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ കൈവരിച്ച നേട്ടങ്ങളിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് കോളേജ് മാനേജ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രേഷ്യസ് എ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്യാദറിംഗ് നടന്നു. അനുമോദന ചടങ്ങ് കോളേജ് മാനേജറും കോട്ടയം അതിരൂപത സഹായമിത്രാനുമായ ജോസഫ് മണ്ടാരശ്ശേരിൽ ഉദ്ഘാടനം ചെയ്തു. NAC അക്രഡിറ്റേഷനിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയതിനൊപ്പം കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രം വർക്കിംഗ് ടീച്ചർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ 3ാം റാങ്കും മടമ്പം PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ നേടിയിരുന്നു. കൂടാതെ യുനെസ്കോയുടെ ഗ്രീൻ എഡ്യൂക്കേഷണൽ പാർട്ട്ണർഷിപ്പിൽ മെമ്പറാകുകയും ഹരിത കേരള മിഷന്റെ ഹരിത കലാലയത്തിൽ A ഗ്രേഡും കോളേജ് കരസ്ഥമാക്കി. ചടങ്ങിൽ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ആദരിച്ചു. വെമ്പുവ മാർസ്ലീവ ഇടവകയിലെ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെയും വിവിധ നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും സഹകരണത്തോടെ ഫിനാൻഷ്യൽ അവയർനെസ് പ്രോഗ്രാം നടത്തി. ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം വിവിധ ഇൻഷുറൻസുകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, നിക്ഷേപ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്നിവയെക്കുറിച്ച് SBI മാനേജർ സുരേഷ് കുമാർ, IPPG മാനേജർ ശ്രീ സുൽത്താൻ തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇടവകാംഗങ്ങളെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം തന്നെ നിക്ഷേപ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം ജനിപ്പിക്കുകയും അതിലൂടെ സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വെച്ചത്. ഇടുക്കി അണക്കര പള്ളിപ്പെരുന്നാളിന് പ്രദക്ഷിണത്തിലെ രൂപം വഹിച്ച് നാനാജാതി മതസ്ഥരായ ചുമട്ട് തൊഴിലാളികൾ പതിറ്റാണ്ടുകളായി അണക്കര ടൗൺ കുരിശടിയിലെ പ്രസംഗത്തിന് ശേഷം പള്ളിയിലേക്ക് തിരുസ്വരൂപങ്ങൾ ഭക്തിയാദരപൂർവ്വം തിരികെ കൊണ്ടുപോകുന്നത് അണക്കരയിലെ ചുമട്ട് തൊഴിലാളികളാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും കൊണ്ടാടുന്ന ഈ പുണ്യദിനത്തിൽ മാതൃകാപരമായ സ്നേഹാചരണത്തിലൂടെ അണക്കര സെന്റ് തോമസ് ഫൊറോന ഇടവകയും ചുമട്ടു തൊഴിലാളികളും പകരുന്നത് മതസൗഹാർദ്ദത്തിന്റെ വലിയ സന്ദേശമാണ്. ജീസസ് യൂത്ത് നഴ്സസ് മിനിസ്ട്രി ഇന്ത്യ മുഴുവനുമുള്ള നഴ്സുമാർക്കായി നടത്തുന്ന റിട്രീറ്റ് ഈ മാസം 20 മുതൽ 23 വരെ ആലുവ വിമൽ ജ്യോതി റിന്യൂവൽ സെന്ററിൽ നടക്കും. ബ്ലേസ് 2025 എന്ന ഈ പ്രോഗ്രാമിൽ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ 2 വർഷം പാസ് ഔട്ട് ആയവർക്കും പങ്കെടുക്കാൻ സാധിക്കും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.